ഗൗരി, നീ ഇങ്ങനെ കരയാതെ. അമ്മ ഇനി ഒന്നും പറയണ്ട. അമ്മ പറയണ ഞാൻ കേൾക്കൂല. ഒന്നാം സമ്മാനം എനിക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തോറ്റില്ലേ? വേറെ ആർക്കെങ്കിലും ഒന്നാം സമ്മാനം കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതാ ചാരുവിന് തന്നെ കിട്ടിയില്ലേ? ആ ചാരുവിന്റെ ധൈര്യം ഓർക്കുമ്പോൾ അവൾക്ക് എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? ഈ അപ്പുറത്തെ വീട്ടിലെ കിങ്ങിണി നീതു നിത്യം അവിടെ ധൈര്യം. അവളിങ്ങോട്ട് വരട്ടെ ഒന്നാം സമ്മാനം കൊണ്ട്. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് കാണിച്ചിട്ട് എന്താ സമ്മാനം അവൾക്ക് കിട്ടി? നാട്ടുകാർ മുഴുവൻ കണ്ടു അവള് ട്രോഫി വാങ്ങണത്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതവിടെ അവസാനത്തെ മത്സരമായിരിക്കും. അവൾ ഇനി ഒരു മത്സരത്തിൽ പങ്കെടുക്കില്ല. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അപ്പോഴാണ് മത്സരം. നീ കണ്ടോ? എല്ലാത്തിനും ചേർത്ത് കണക്കിന് ഞാനിന്ന് കൊടുക്കുന്നുണ്ട് അവക്കിട്ട്. ഒന്നാം സമ്മാനം കിട്ടിയിട്ട് ചാരുവിന്റെ മുഖത്ത് സന്തോഷമില്ലല്ലോ. നീതുമോളെ, അത് എല്ലാവരും വീട്ടിൽ പോയി. നീ പോകാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും നിൽക്കുന്നത്. നീ പോ ചാരു, നമുക്ക് വീട്ടിൽ പോകണ്ടേ? നീതുമോളെ, ഈ ട്രോഫി നീ തന്നെ കൊണ്ടുപോക്കോ. ട്രോഫി ഞാൻ കൊണ്ടുപോകാനോ? നീ കഷ്ടപ്പെട്ട് മത്സരിച്ച് നിനക്ക് കിട്ടി ഒന്നാം സമ്മാനം. ഞാൻ എന്തിനും കൊണ്ടുപോകണേ? എനിക്കിതേ രണ്ടാം സമ്മാനത്തിന്റെ ട്രോഫി ഉണ്ടല്ലോ, ഞാൻ അത് കൊണ്ടുപോക്കോളാം. ഈ ട്രോഫി ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മ എന്നെ ഉറപ്പായിട്ടും വഴക്ക് പറയും. എനിക്ക് പേടിയായിട്ട് വയ്യ. ഗൗരി ആണെങ്കിൽ തോക്കുകയും കൂടി ചെയ്തില്ലേ? എനിക്ക് പേടിയാവുന്നു. ഈ ട്രോഫി കൊണ്ടുപോകാനും വീട്ടിൽ പോകാനും പേടിയാവുന്നു. നീ ഇങ്ങനെ പേടിച്ചിരുന്നിട്ടാ? നീ ഈ ട്രോഫി കൊണ്ടുപോയിട്ട് നിന്നെ അച്ഛൻ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നിനക്ക് സമ്മാനം കിട്ടിയെന്ന്. അപ്പം പിന്നെ ഈ ട്രോഫി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അച്ഛൻ വരുമ്പോൾ ട്രോഫി കാണിച്ചു കൊടുക്കണ്ടേ? ദൈവം, ഞാൻ എങ്ങനെയാ വീട്ടിൽ പോവുക? ധൈര്യമായിട്ട് പോകണം ചാരുമോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഞങ്ങൾ എല്ലാവരും കൂടി വരും. കിങ്ങിണി ചേച്ചിയും നിത്യം ഞങ്ങൾ എല്ലാവരും. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നീ വീട്ടിലേക്ക് പോ. ഞാൻ പോകാം അല്ലേ? ഈ ട്രോഫിയും കൊണ്ട് ഞാൻ പോകാം. എന്ത് വരുമെന്നാവോ? നോക്കമ്മേ, ചാരു വരുന്നുണ്ട്. കയ്യിൽ ആ ട്രോഫിയും ഉണ്ട്. അയ്യോ, മദർ തെരേസ വന്നു. ഒന്ന് തൊഴുതേക്കട്ടെ എന്റെ മദർ തെരേസേ. എന്തിനാമ്മ എന്നെ കളിയാക്കുന്നേ? ഇല്ലടി, ഞാൻ നിന്നെ കളിയാക്കുന്നില്ല. ഞാൻ നിന്നെ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞ് കട്ടുമേ കയറ്റിയിരുത്തി വാഴ്ത്താം. നീ വേഗം നിന്റെ ഉടുപ്പ് മാറിയിട്ട് വാ. ആ, ഈ കോളാമ്പി കൊണ്ട് എങ്ങോട്ടാ? ഈ ട്രോഫി കോളാമ്പി ഇവിടെ വെക്ക്. നിനക്ക് കിട്ടിയതല്ലേ, ഞാനൊന്ന് കാണട്ടെ. നീ ഉടുപ്പ് മാത്രം മാറിയിട്ട് വന്നാൽ മതി. പോയി മാറിയിട്ട് വാടി. ഇതാണോ അമ്മ അവള് വരുമ്പോ അമ്മ കൊടുക്കുമെന്ന് പറഞ്ഞത്? അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾക്ക് ഒന്നാം സമ്മാനം കിട്ടിയ ഉടുപ്പ് കാണുമ്പോഴേ എനിക്ക് കലിയ. അതാ ഞാൻ മാറിയിട്ട് വരാൻ പറഞ്ഞത്. ബാക്കി ഞാൻ അവള് വരുമ്പോ കൊടുക്കുന്നുണ്ട്. എന്തിനാമ്മ എന്നെ അടിച്ചേ? ഇനി മേല എന്നോട് ചോദിക്കാതെ ഈ വീടിന് പുറത്തിറങ്ങി പോരുത് നീ, കേട്ടോടി? നിന്റെ ഒരു ട്രോഫി. അച്ഛാ.